നമസ്കാരം. ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വൃക്ഷം വീടിൻ്റെ ഏത് ഭാഗത്ത് നടണം എന്ന് മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേപ്പിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേപ്പ് നട്ടാലുള്ള ഗുണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൊരു വേപ്പ് നട്ടാൽ ഏറ്റവും അത്യുത്തമമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണാം. ആ വിഷയത്തോട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ് ഷുയിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. അതിപ്പം വാടക വീടായിരുന്നാലും നമ്മുടെ ഇപ്പം ഒറ്റയ്ക്കെടുത്ത വീടായിരുന്നാലും ഏത് വീട്ടിലും വേണം നമുക്ക് ചെയ്യാം. നമ്മൾ വീട് മാറി വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഈ സാധനങ്ങൾ തന്നെ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ വീട് ലൈഫ് ടൈമാണ് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വിഷയത്തോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഇന്നലെ ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഒത്തിരി തിരക്കായിപ്പോയ ഒരു ദിവസമായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റാത്തത്. നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 ജൂൺ മാസം 18-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട് മിഥുനമാസം 4-ാം തീയതി ബുധനാഴ്ചയാണ് നാളെ. ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:08 സൂര്യോദയം, വൈകുന്നേരം 6:38 സൂര്യാസ്തമയമാണ്. രാഹുലം 12:20 1:53 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:58 12:21 മധ്യയാണ്. മുഹൂർത്തം 12:25 12:48 മധ്യയാണ്. യമകണ്ഠ സമയം 7:41 9:14 മധ്യയാണ്. ഗുളികനുദയം 10:47 12:20 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. ശില്പകർമ്മങ്ങൾക്കും പല കർമ്മങ്ങൾ എന്തിനും ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. മന്ത്രോച്ചാരണം, അതായത് യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. എന്തെങ്കിലും യാത്രയൊക്കെ പുറപ്പെടുകയാണെങ്കിലൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. പിന്നെ ഈ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാത്തിനും നല്ലതാണ്. പുതിയ എന്തെങ്കിലും ഒരു ജോലിക്ക് പ്രവേശിക്കണമെങ്കിലോ പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കുന്നതിനൊക്കെ ഏറ്റവും നല്ലത് ബുധനാഴ്ചത്തെ ദിവസമാണ്. വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണം, അറിവ്, സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം. പറ്റുമെങ്കിൽ ബുധനാഴ്ചത്തെ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിൽ പിണ്ടനൂർ ദോഷവും വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമുണ്ട്, അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട്, വസുപഞ്ചക ദോഷമുണ്ട്. അപ്പോൾ ഈ 3 ദോഷങ്ങളുണ്ട്. അപ്പോൾ മരണാനന്തര ദോഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കി അതിൻ്റേതായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഭാവിയിൽ പിറക്കം തലമുറകൾ അത് കാര്യമായിട്ട് ബാധിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം. ഈ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ വീട് തെക്കോട്ടോ വടക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ എങ്ങോട്ടോ ആയിക്കോട്ടെ, വേപ്പ് മരം നിൽക്കേണ്ടത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിലാണ്. നമ്മളെങ്ങനെയാണ് തുളസിത്തറ വയ്ക്കുന്നത് അതേപോലെയാണ് വേപ്പ് മരം നിൽക്കുന്നത്. മനയ്ക്ക് പുറത്താക്കിയാൽ കുറച്ച് നല്ലതായിരിക്കും. എന്നാലും പ്രധാന വാതിലിലോട്ട് നേരെയാണ് വരേണ്ടത്. കാരണം ഇത് വലുതായിട്ട് വളർന്നു പോകുന്ന വൃക്ഷമായതുകൊണ്ട് മനയ്ക്ക് പുറത്ത്, അതായത് വാതിൽ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി മനയ്ക്ക് പുറത്ത് നട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അവിടെ നടാൻ സ്ഥലമില്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് നട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. വേപ്പ് അത്രയും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് വേപ്പ്. ഈ തുളസിയും അതേപോലെ തന്നെ വേപ്പൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇളം കാറ്റ്, നമ്മൾ പുലർച്ചയ്ക്കും ത്രിസന്ധ്യയ്ക്കൊക്കെ വരുന്ന ഇളം കാറ്റ് ഈ വേപ്പിൽ നിന്നോ അല്ലെങ്കിൽ തുളസിയിൽ നിന്നോ വരുന്ന ആ ഒരു എനർജിയെ, ആ ഒരു ഇതിനെ, നമ്മുടെ ഔഷധ ഗുണത്തെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. കാരണം അസുഖങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ഏറ്റവും നല്ലത്. വീടിൻ്റെ മുന്നിൽ ഒരു വേപ്പ് നിൽക്കുന്നത് അത്യുത്തമമാണ്. അതേപോലെ തുളസിത്തറ ഞാൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. രണ്ടാമത്, ഈ വേപ്പിൻ്റെ എന്തൊക്കെയാണ് ഔഷധ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേപ്പില ഏറ്റവും വലിയ കീടനാശിനിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വേപ്പിലയും പച്ച മഞ്ഞളും അരച്ച് നമുക്ക് ഈ മുറിവുകളിലൊക്കെ ഇട്ടാൽ, ഈ ചില കുട്ടികൾക്ക് ചൊറിയൊക്കെ ഉണ്ടാവുമല്ലോ, അതായത്
പൊങ്ങി പൊട്ടി വരുന്ന അതൊക്കെ ഉണ്ടാകുന്ന അതിലൊക്കെ വേപ്പിലയും പച്ചമഞ്ഞളും തേച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ആ വ്രണങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. നല്ല ഒരു കീടനാശിനി പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണത്. വ്രണങ്ങൾ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ഇടയിലിപ്പം ശരിക്കും ശ്രദ്ധിച്ചറിയും, ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഇവരെ കിടത്തുന്നത് വേപ്പിലയുടെ മുകളിലാണ്. വേപ്പിലയുടെ മുകളിലാണ് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നവരെ കിടത്തുന്നത്. അപ്പം അത് നമുക്ക് അത്രയും ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്, അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് വേപ്പ്. തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി എല്ലായിടത്തും വേപ്പാണ് കാണുന്നത് അല്ലേ. എല്ലാ വീടിൻ്റെ മുറ്റത്തും വേപ്പുണ്ടാകും. അവരുടെ ക്ഷേത്രങ്ങളിലും കൂടുതൽ വേപ്പാണ്, അവർ വേപ്പിലേക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ പൊങ്കാലയൊക്കെ കോരുവാൻ കൂടുതലായിട്ട് വേപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ഔഷധ ഗുണമുള്ള ഇതാണ് വേപ്പ്. അപ്പം ചോദിച്ചിട്ടുള്ള ആളിനത് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ വേപ്പ് നമ്മുടെ വീട്ടിൽ നടാം. വീട്ടിൽ നടുമ്പോൾ എങ്ങോട്ടാണോ വീടിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ മുന്നിലാണ് വേപ്പ് നടേണ്ടത്. ഇതാണ് അതിൻ്റെ ഗുണം. സയൻറ്റിഫിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വേപ്പിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുമ്പോൾ അത്രയും ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ വേപ്പിൻ്റെ ആ ഇലയിൽ തട്ടി വരുന്ന കാറ്റ് ഔഷധ ഗുണം കൂടുതലാണ്. വീടിനെ ക്ലൻസ് ചെയ്യുവാനുള്ള കഴിവും അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേപ്പ് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നടണമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം, വേരിന് പോലും ഔഷധ ഗുണമുള്ളതാണ് വേപ്പ്. നമ്മളിപ്പം എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമാണ് ഇടാൻ പറയുന്നത് അല്ലേ. വേപ്പിൻ്റെ കായിൽ നിന്നെടുക്കുന്ന വേപ്പെണ്ണയ്ക്ക് ഔഷധ ഗുണം കൂടുതലാണ്. നമ്മൾ മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് പുരട്ടുവാനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് വേപ്പ്. നിങ്ങളുടെ വീട്ടിലൊരു വേപ്പ് നട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല, ധൈര്യമായിട്ട് നട്ടോളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യൂ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ ഒത്തിരി വ്യൂവേഴ്സ് ദുബായില ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ടൊരു വീട്ടിലെപ്പോഴും താമസിക്കാൻ പറ്റില്ല. വീട് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ വീട് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വീട് മാറുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ്. ഒരു വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ദുബായിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വീട് മാറുമ്പോൾ, ഇപ്പോൾ ദുബായിലുള്ള ആൾക്കാർ, UAE-യിലുള്ളതോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ വരെ ഒരു വീട് മാറി വേറൊരു വീട്ടിലോട്ട് പോകുമ്പം നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വാസ്തുപരമായിട്ടുള്ള ഒന്നാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ടിപ്സായിട്ട് തരാം. എന്തായാലും നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 ജൂൺ മാസം 19-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മിഥുനം 5-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:08 സൂര്യോദയം, വൈകുന്നേരം 6:38 സൂര്യാസ്തമയമാണ്. രാഘോലം 1:53 3:26 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:58 12:21 മധ്യയാണ്. മുഹൂർത്തം 12:25 12:48 മധ്യയാണ്. യമകണ്ഠ സമയം 6:08 7:41 മധ്യയാണ്. ഗുളികനുദയം 9:14 10:47 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുക, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക, പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ, ശില്പകർമ്മങ്ങൾക്കൊക്കെ നല്ല ഒരു ദിവസമാണ്. യാത്രയ്ക്കും പുതിയ വസ്തുക്കൾ വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയാണ്. ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ കൂടെ ഒരു ദിവസം കൂടിയാണ്. അപ്പം വ്യാഴാഴ്ച ദിവസം നമുക്ക് വ്രതശുദ്ധിയോടുകൂടി ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഗുരുവിൻ്റെയും മറ്റുള്ള കാര്യം, കാരണം അറിയാമല്ലോ, ജാതകം നമ്മളൊരു പ്രശ്നം നോക്കുമ്പോൾ ഒരു വ്യാഴം മറഞ്ഞാൽ അത് പിന്നെ പ്രശ്നം നോക്കാറില്ല ആരും. അപ്പോൾ അതുകൊണ്ട് വ്യാഴം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഗുരുവിൻ്റെയൊക്കെ പറ്റിയിട്ടൊരു ദിവസമാണ്. അപ്പം അത്രയും കെയർ ചെയ്ത് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും ആ ഗുരുക്കന്മാരെയൊക്കെ ചെന്ന് കണ്ട് പാദമൊക്കെ തൊട്ടൊന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം. നല്ല രീതിയിലായിക്കോട്ടെ. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടന്നൂർ ദോഷം, വസുമഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുമഞ്ചക ദോഷം, അകന്നാൾ ദോഷമുണ്ട്. ഇന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് 2 ദോഷങ്ങളാണുള്ളത്. അതായത് ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷം, വസുമഞ്ച ദോഷം, അകന്നാൾ ദോഷമുണ്ട്. വ്യാഴാഴ്ചയാണെങ്കിൽ അവർക്ക് വസുമഞ്ച ദോഷവും അകന്നാൾ ദോഷമുണ്ട്. അപ്പം ഈ ദോഷങ്ങളുടെ പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പിറക്കും തലമുറകൾ അത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സൂര്യദേവമഠം കുബേര ആശ്രമത്തിൽ ആയുർവേദ ചികിത്സ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ വരുന്ന കർക്കിടക മാസം, ഇപ്പം മിഥുനം 5 ആയി. ഈ കർക്കിടക മാസത്തിൽ
സുഖചികിത്സ, അതായത് നമ്മുടെ സാധാരണ എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള ചികിത്സയല്ലാതെ നമ്മൾ സാധാരണ നോർമലി എല്ലാ വർഷവും എല്ലാ ആൾക്കാരും കർക്കിടകത്തിൽ ചികിത്സ എടുക്കാറുണ്ട്. ആ സുഖചികിത്സ നമുക്ക് സുരദേവമഠം കുബേരാശ്രമത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പല പാക്കേജുകളാണുള്ളത്. 3 ദിവസത്തെ പാക്കേജുണ്ട്, 5 ദിവസത്തെയുണ്ട്, 7 ദിവസത്തെയുണ്ട്, അങ്ങനെ 21 ദിവസം വരെയുള്ള പാക്കേജുകളുണ്ട്. അത് ഓരോരുത്തരുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലാണ് കൂടുതൽ നോർമലി ഉള്ള കർക്കിടക ചികിത്സ ഒന്നുകിൽ 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ എടുക്കാം. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് പോയി വരുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നല്ല ആയുർവേദ ഡോക്ടേഴ്സും നല്ല പ്രമുഖരായിട്ടുള്ള തെറാപ്പിസ്റ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കാം. ഞാൻ മറ്റൊരു കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, കർക്കിടക മാസത്തിൽ എപ്പോഴും ഏറ്റവും നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നാലമ്പല ദർശനം. നാലമ്പല ദർശനം കേരളത്തിനകത്ത് 3 സ്ഥലങ്ങളിലാണുള്ളത്. മലപ്പുറം ജില്ലയിലുണ്ട്, തൃശ്ശൂരുണ്ട്, അതേപോലെ തന്നെ കോട്ടയത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് കോട്ടയം ജില്ലയിലാണ് നാലമ്പല ദർശനം. രാമപുരം സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലാണ് 4 അമ്പലങ്ങളുള്ളത്. ഈ 4 അമ്പലങ്ങളും കൂടെ സന്ദർശിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ നിന്ന് നാലമ്പല ട്രിപ്പ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വണ്ടിക്കൂലി മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഫുഡൊക്കെ അവിടെ തന്നെ കിട്ടുമെന്ന് പ്രശ്നമല്ല. രാവിലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തക്ക രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാലമ്പല ദർശനത്തിന് താല്പര്യമുള്ളവരും വിളിച്ചോളും. അതിലൊക്കെ എൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആളുണ്ടാവും, അതിന് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വിളിച്ചോളൂ കേട്ടോ. ഏതായാലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലവര മാറ്റുവാൻ പറ്റിയതാണ് സ്വന്തം വീട്. ആ വീട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലവര തന്നെ മാറും. അതുകൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുക. എല്ലാ ദൈവങ്ങളും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.